ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ഒരു ബർത്ത്ഡേക്ക് ഞാൻ എറണാകുളത്ത് കൊച്ചിയിൽ ഫോട്ടോ എടുക്കാൻ പോയ ഒരു വ്ളോഗാണ്. ഫോട്ടോ എടുക്കാൻ പോയ വ്ളോഗല്ല കേട്ടോ, അവിടെ പോയിട്ട് ഞാൻ എന്തൊക്കെ ഫുഡ് കഴിച്ചോ എന്നുള്ള ഒരു വ്ളോഗാണ് ഇത്. നല്ല വിശപ്പുണ്ടായിരുന്നു. ഞാനങ്ങനെ ഏതോ ഒരു ചട്ടി എന്തോ ഒരു ചട്ടി പറയുന്ന ഒരു ഹോട്ടലാണ്, മീൻ ചട്ടി എന്നാണ് എന്തൊക്കെയോ പറയുന്ന ഒരു ഹോട്ടലിലാണ് നമ്മൾ കയറിയത്, റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. അവിടെ പോയതിന് ശേഷം നല്ല വിശപ്പുണ്ടായിരുന്നു. ഇതിൻ്റെ പേര് അൽഫാമ കുബൂസ. എൻ്റെ പൊന്നെ, എനിക്ക് കഴിക്കാൻ മാത്രമേ അറിയുള്ളൂ, ഇതിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഞാൻ പൊറോട്ട ചിക്കൻ, പിന്നെ വന്നിട്ട് ആ കുബൂസ് ചിക്കൻ, അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ കാണുന്നവരെന്താണെന്ന് വെച്ചാൽ ആയിക്കോളിയും ഗൈസ്. ഓക്കെ, അതിന് ശേഷം ഞാൻ അത് നന്നായിട്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പൊറോട്ട നമ്മളെ ബീഫും കുറച്ച് കഴിഞ്ഞപ്പോൾ കൂടുതൽ നമ്മൾ ട്രാവൽ ചെയ്ത് വന്നപ്പോൾ നല്ല വിശപ്പുണ്ടായി. അപ്പോൾ എനിക്ക് പൊറോട്ടയും ബീഫും കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊതിയായിട്ട് വയ്യ. അപ്പോൾ അങ്ങനെ ഞാൻ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ട് പൊറോട്ടയും ബീഫൊക്കെ നല്ല എരിവുണ്ടായിരുന്നു. എന്തായാലും കുഴപ്പമില്ല, ഞാൻ വിശപ്പം കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഫുഡ്. ഞാൻ അങ്ങനെ പൊറോട്ടേൻ്റെ ഒരു കഷ്ണം എടുത്തു, അങ്ങനെ ബായിലേക്ക് കൊണ്ടുപോകണം. ഇത് നല്ല ആസ്വദിച്ച് അടിപൊളിയായിട്ടാണ് ഞാൻ ഫുഡ് കഴിച്ചത്. അങ്ങനെ ഞാൻ വീണ്ടും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നല്ല ചൂടുണ്ടായിരുന്നു പക്ഷെ ആ ചൂടുള്ള പൊറോട്ട ആണെങ്കിൽ വേറെ രക്ഷയില്ല, നല്ല മറിഞ്ഞിട്ടുള്ള ഒരു പൊറോട്ട. ഞാൻ ചിക്കനല്ല ബീഫിനെ ഞാനിങ്ങനെ അമർത്തി നോക്കണ്ടായിരുന്നു, കാരണം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബീഫാണ്. ചിക്കൻ എന്ന് പറയാൻ കാരണം ഞാൻ എപ്പോഴും ചിക്കൻ കഴിക്കുന്നതുകൊണ്ടാണ് വായ ചിക്കൻ വരുന്നത്. ഓക്കെ, അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള പൊറോട്ട ഞാൻ കഴിക്കുന്ന ഇതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അങ്ങനെ അവിടുന്ന് റിട്ടേൺ വരുമ്പോൾ ഞാൻ കഴിച്ചതാണ് കേട്ടോ ഇത്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബിരിയാണി, ഹൈദരാബാദ് ബിരിയാണി, ദം ബിരിയാണി അങ്ങനെ എന്തൊക്കെയാണ്. പക്ഷേ നമ്മളെ നാട്ടിലത്തെ ബിരിയാണിനെക്കാട്ടും ഒരു വെറൈറ്റി ടേസ്റ്റിയാണ് എനിക്ക് കഴിച്ചപ്പോൾ തോന്നിയത് ഗൈസ്. കഴിച്ചവരുണ്ടെങ്കിൽ ടേസ്റ്റ് ഓരോരോ ഫുഡിനും ഓരോരോ ഡിഫറെൻറ്റ് ടേസ്റ്റ് ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ പുറത്ത് നമ്മളെ നാട്ടിൽ നിന്ന് കഴിക്കുന്ന ഫുഡ് അടിപൊളി ബിരിയാണിയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതാണ് കേട്ടോ. ഞാൻ മലപ്പുറത്താണ്, അപ്പം നല്ല അടിപൊളി ടേസ്റ്റാണ് ബിരിയാണിക്ക്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും ബിരിയാണിയാണ്. ബാക്കി എന്ത് ഫുഡ് ഞാൻ കഴിക്കും, പക്ഷേ ബിരിയാണിനോട് ഒരു പ്രത്യേക ഒരു ഇഷ്ടമാണ് എനിക്ക്. കുഴപ്പമില്ല, വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ കുറച്ച് ലൈറ്റായി കാരണം ചൂട് കുറച്ച് കുറവായിരുന്നു. എന്നാലും കുഴപ്പമില്ല, ഇങ്ങനെ ആസ്വദിച്ചിട്ട് കഴിച്ചിട്ടുണ്ട്. നല്ല വിശപ്പുള്ള കാരണം നല്ല അടിപൊളി മഴയാണ്. മഴ പെയ്തിട്ട് നനഞ്ഞിട്ട് ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുള്ള ഇതാണ് ഇത്. അപ്പം വിശപ്പും കൂടെ നന്നായിട്ടുണ്ടായിരുന്നു. ഞാൻ ബിരിയാണിയൊക്കെ അടിപൊളിയായിട്ട് വയറ് നിറയെ ഞാൻ കഴിച്ചു. അങ്ങനെ ബിരിയാണിയും കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വീടെത്തിയിട്ടോ. അതിന് ശേഷം ഞാൻ ഇന്നലെയാണ് ഈ വീഡിയോ എടുത്തത്. ഞാനും എൻ്റെ ഫാമിലിയും കൂടെ എല്ലാവരും കൂടെ ഒന്ന് പുറത്ത് പോയിട്ട് ഫുഡ് കഴിച്ചു രാത്രി. അതും പൊറോട്ട. ഞാൻ ഉച്ചയ്ക്ക് ശേഷം അതേപോലെ തന്നെയാണ് ബിരിയാണി കഴിച്ച കാരണം എനിക്ക് വിശപ്പ് നൈറ്റ് ഉണ്ടായിരുന്നില്ല. അത് കാരണം ഞാൻ കഴിച്ചില്ല. ഞാൻ ആകെ ഒരു ലൈം. അവരൊക്കെ പൊറോട്ട വേറെ എന്തൊക്കെയോ കഴിച്ചിരുന്നു. എനിക്ക് എന്താണെന്ന് ഒരു ഓർമ്മ കിട്ടണില്ല. അതിൻ്റെ ഉള്ളിൽ കാരണം ഇതൊക്കെ അവർ കഴിച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫാമിലി ഇന്നത്തെ ദിവസം അടിച്ച് പൊളിച്ച്. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നേക്കും. ബൈ ഗൈസ്. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്തിട്ട് എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണുക. എല്ലാവർക്കും ഹാപ്പി.